തൃത്വനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ സ്നേഹിതരെ, എല്ലാവർക്കും പ്രഭാതവന്ദനം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു സവിശേഷത, വിശുദ്ധ കുർബാനയിൽ പ്രഭാത നമസ്കാരത്തിൽ, ശ്ലീബ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നൊരു ഗീതമുണ്ട്. പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ മുൻപിൽ മറിയാം നിന്നിടുന്നേര, അഗ്നിജ്വാലവൃതനാം ദൂതൻ സവിതേ ചെന്നുര ചെയ്ദേവം. മാതാവിൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു സവിശേഷത ഇവിടെ വെളിവാകുന്നുണ്ട്. പ്രാർത്ഥിപ്പാനായി ദൈവത്തിൻ്റെ മുമ്പാകെ മറിയാം നിൽക്കുമ്പോഴാണ് ഗബ്രിയേൽ ദൂതൻ അവിടെ മാതാവിനോട് ഈ വെളിപാട് അറിയിക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുടെ അനുഭവം എന്നുള്ളത് ദൈവ സംസർഗമാണ്. പ്രാർത്ഥന എന്നുള്ളത് നാം ദൈവത്തോടും ദൈവം നമ്മോടും ഇടപെടുന്ന സന്ദർഭമാണ് പ്രാർത്ഥന. ദൈവം നമ്മിലേക്കും നാം ദൈവസന്നിധിയിലേക്കും ഇറങ്ങി വരുന്ന അനുഭവമാണ് പ്രാർത്ഥന. അത് ഈ പരിശുദ്ധ കന്യമറിയാമിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. 12 വയസ്സുവരെ ദേവാലയത്തിൽ വളർന്ന മാതാവ്, അതിനുശേഷം ജീവിത വിശുദ്ധിയും പ്രാർത്ഥനയും അവളിൽ ഉണ്ടായിരുന്നു. അതാണ് ദൈവം ആ കുലീനിയായ ഈ പെൺകുട്ടിയെ ദൈവോത്രന് ജന്മം നൽകുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തത്. ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു നല്ല നാളുകൾക്ക് വേണ്ടി നമുക്കും ഒരുങ്ങുവാനും പ്രാർത്ഥിക്കുവാനും ജീവിത വിശുദ്ധിയിൽ ആയിരിക്കുവാനും കഴിയുന്നുവെങ്കിൽ, നമുക്കും ഒരു സമർപ്പിക്കപ്പെട്ട ഒരനുഭവം ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ളതിന് ഈ ഒരു സംഭവം വെളിവാകുന്നു. അപ്രകാരം നമുക്ക് പ്രാർത്ഥനാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പിൻ്റെ നാളുകളിലായിരിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.